തൃശൂർ കോർപ്പറേഷന്റെ കൂർക്കഞ്ചേരി സോണൽ ഓഫീസിലെ മോഷണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട LDF. മുൻ LDF ഭരണസമിതിയെ സംശയനിഴലിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഡെപ്യൂട്ടി മേയറുടേതെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ ആരോപിച്ചു. വലിയാൽക്കലിൽ സ്ഥിതി ചെയ്യുന്ന സോണൽ ഓഫീസിൽ വെള്ളിയാഴ്ചയാണ് മോഷണം നടന്നത്. പിൻവാതിൽ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് ആരോഗ്യ വിഭാഗം ഓഫീസിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകൾ വാരി വലിച്ചിട്ട നിലയിലാണ്. ഇവ പരിശോധിച്ചതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. ഇതോടെയാണ് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് മുൻ ഭരണസമിതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന പരാമർശം നടത്തിയത്. ഇതിനെതിരെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപേ ഡെപ്യൂട്ടി മേയർ ഫയലുകൾ മോഷണം പോയിട്ടുണ്ടാകാമെന്ന് പറഞ്ഞത് സംശയങ്ങൾക്ക് ഊന്നൽ നൽകുന്നുവെന്നും ഇതിന്റെ മറവിൽ മറ്റ് സുപ്രധാന ഫയലുകൾ കടത്താനാണോ എന്ന ആശങ്കയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ഹിരൺ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഫയലുകൾ പരിശോധിക്കാനാണ് കള്ളം കയറിയത് എന്നാണ് ഡെപ്യൂട്ടി മേയർ ഇവിടെ വന്ന വശം തന്നെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇവിടെ പോലീസ് പരിശോധനയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നതിന് മുമ്പ് ഡെപ്യൂട്ടി മേയർ ഇങ്ങനൊരു പ്രസ്താവന നടത്തുമ്പോൾ ഞങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ കള്ളനെ പറഞ്ഞു വിട്ടത് ഈ പറയുന്ന ഭരണസമിതിയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആണോ എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഫയലുകൾ കടത്താനുള്ള ശ്രമമാണോ ഇവിടെ നിന്ന് എന്നുള്ളൊരു ആശങ്കയാണ് ഞങ്ങൾക്കിവിടെ ഉള്ളത്. ഇതിനെ മറയാക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നൊരു ആശങ്കയാണ് ഞങ്ങളിവിടെ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ ഫയലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപ കാണാതായിട്ടുണ്ട്. ഓഫീസ് ലാപ്ടോപ്പ് പുറത്ത് ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. മുൻവശത്തെ ഗ്രില്ലിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് തുറക്കാനും ശ്രമിച്ചിട്ടുണ്ട്. മോഷണത്തിന്റെ പശ്ചാത്തലത്തിൽ സോണൽ ഓഫീസുകളിൽ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ഫയലുകൾ നഷ്ടപ്പെട്ടതായി പ്രാഥമിക പരിശോധന ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷേ റവന്യൂ ഇൻസ്പെക്ടർ പറഞ്ഞത് കുറച്ചും കൂടി പരിശോധിക്കാനായിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കൂ. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇവിടുന്ന് 2000 രൂപയാണ് ഇവിടുന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. മറ്റ് ഫയലുകളെ സംബന്ധിച്ച് ഒരു ധാരണ അവർക്കും ഇതുമായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചത്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം, കള്ളന്മാരെ വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന് പറയാനായിട്ടുള്ളത്. CCTV ക്യാമറകൾ സ്ഥാപിക്കേണ്ട അവസ്ഥയാണ് ഇനിയിപ്പോൾ വന്നു ചേരുന്നത്. കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന എല്ലാ സോണൽ ഓഫീസുകളിലും മെയിൻ ഓഫീസുകളിലും CCTV സ്ഥാപിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ LDF കൗൺസിലർമാരായ ഷാജു കുണ്ടോളി, സൗമ്യ പ്രതീഷ്, MS സിജിത്ത്, ML റോസി, ലിംന മനോജ്, P. സുകുമാരൻ, സിന്ധു തൈക്കാടൻ, ഡോക്ടർ കീർത്തന കാർത്തികേയൻ എന്നിവർ സോണൽ ഓഫീസ് സന്ദർശിച്ചു. അതേസമയം കോർപ്പറേഷന്റെ പരാതിയിൽ നെടുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. TCV തൃശൂർ.